സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നമ്മൾ ആദ്യമായിട്ട് പഠിച്ചത് ആരുടെ ചരിത്രമാണ്? അല്ലാഹുവിന്റെ പ്രവാചകന്റെ റൗളാ ശരീഫിന്റെ കാലിന്റെ ഭാഗത്ത് കിടക്കുന്ന 2 ഖബറുകൾ. ആ 2 ഖബറുകളിൽ ഒന്നാമത്തെ ഖബർ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. പകരം വെക്കാനില്ലാത്ത സ്വഹാബി, തോൽപ്പിക്കാൻ കഴിയാത്ത സ്വഹാബി, ഈമാൻ ഉറച്ചുപോയ സ്വഹാബി. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വർഗ്ഗത്തിലെ 2 കൂട്ടുകാരിൽ ഒരു കൂട്ടുകാരനാണ്. മുത്തുനബിക്ക് സ്വർഗ്ഗത്തിൽ ഒരുപാട് കൂട്ടുകാരുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബാക്കളുടെ മുന്നിൽ വെച്ച് ചുമലിൽ കൈവച്ചിട്ട് പറയുകയാണ്. 2 പേരുടെ ചുമലിലാണ് കൈവച്ചത്. അബൂബക്കർ തങ്ങളുടെ ചുമലില്, ഉമർ തങ്ങളുടെ ചുമലില്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വഹാബാ, ഇവര് സ്വർഗ്ഗത്തിലും എന്റെ കൂട്ടുകാരാണ്. ഞങ്ങൾ 3 പേരും സ്വർഗ്ഗത്തിലും ഇതുപോലെ ഒരുമിച്ചാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുമ്പോൾ ആ അബൂബക്കർ തങ്ങളുടെ ചരണം, അവിടുത്തെ അബൂബക്കർ തങ്ങളുടെ ചരിത്രമാണ് കഴിഞ്ഞ ക്ലാസ്സിലൂടെ നാം പഠിച്ചത്. അല്ലാഹു ആ മഹാന്റെ പൊരുത്തം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ ഈമാനിന്റെ ഒരംശമെങ്കിലും അല്ലാഹു നമ്മുടെ ഹൃദയത്തിൽ നൽകുമാറാകട്ടെ. ചാരത്ത് കിടക്കുന്ന 2ാമത്തെ ഖലീഫയായ സ്വഹാബി മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനില് ഒരുപാട് ആയത്തുകൾ ഇറങ്ങാൻ സാധാരണ ആളല്ല ഉമർ. ഉമർ സാധാരണ ഒരാളല്ല. ഉമറിന്റെ തീരുമാനത്തോട് യോജിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനില് എന്റെ പ്രിയപ്പെട്ടവരെ ഒരുപാട് ആയത്തുകൾ ഇറങ്ങി എന്ന് ചരിത്രം പറഞ്ഞ ഉമർ. എന്റെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞല്ലോ, ലൗകാന ബഅദീ നബിയ്യൻ ഉമർ ഇബ്നുൽ ഖത്താബ്. എനിക്ക് ശേഷം എങ്ങാനും ഒരു പ്രവാചകൻ ഉണ്ടാകുമായിരുന്നെങ്കിൽ, അല്ലാഹുവിന്റെ റസൂലിന് ശേഷം പ്രവാചകന്മാരില്ല. കാരണം പ്രവാചകൻ അവസാനത്തെ പ്രവാചകനാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഉണ്ടാകുമായിരുന്നെങ്കിൽ അതിനുള്ള യോഗ്യത എന്റെ ഉമറിനുണ്ടാകുമായിരുന്നു എന്ന് മുത്തുനബി പഠിപ്പിച്ചു തന്ന ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് 2 പേരും ഇങ്ങനെ നടന്നു പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂലും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ കൂട്ടുകാരൻ നടന്നു പോകുന്നത് പോലെ 2 പേരും പടച്ചവനെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഉമർ തങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായി. കാരണം അല്ലാഹുവിന്റെ പ്രവാചകന്റെ ശറഫാക്കപ്പെട്ട കൈയുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ഉമർ തങ്ങളുടെ കയ്യിൽ പിടിച്ചിരിക്കുകയാ. 2 പേരും വളരെ സന്തോഷത്തോടെ ഇങ്ങനെ നടന്നു പോകുമ്പോ മഹാനായ ഉമർ തങ്ങൾക്ക് മനസ്സിലായി പ്രവാചകൻ വല്ലാത്ത സന്തോഷത്തിലാണെന്ന്. മുത്തുനബിയുടെ ശരീരത്തിലേക്ക് അടുത്തിരിക്കുന്ന ഉമർ തങ്ങൾ അവിടുന്ന് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ലഅന്ത അഹബ്ബു ഇലാ മിൻ കുല്ലി ശൈഇൻ ഇല്ലാ നഫ്സി. അല്ലാഹുവിന്റെ പ്രവാചകനോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, എന്റെ ശരീരം കഴിഞ്ഞാൽ, എന്റെ ഈ നഫ്സ് കഴിഞ്ഞാൽ, എന്റെ ഈ ശരീരം കഴിഞ്ഞാൽ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അങ്ങയാണ് നബിയേ. ഉമർ തങ്ങൾ പറയുകയാണ്, എന്റെ ശരീരം കഴിഞ്ഞാൽ ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അങ്ങയാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, ലാ വല്ലാഹി ലാ വല്ലാഹി നഫ്സി ബിയദിഹി ഹത്താ അകൂന അഹബ്ബ ഇലൈക മിൻ നഫ്സിക. അല്ലാഹുവിന്റെ പ്രവാചകൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുന്നു, ഉമറേ, എന്നെ സൃഷ്ടിച്ച റബ്ബിനെ കൊണ്ട് സത്യം, അല്ലാഹുവിനെ കൊണ്ട് സത്യം, ഏതൊരു മനുഷ്യനും അവന്റെ ശരീരത്തിനേക്കാൾ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ അപ്പോഴേ അവനൊരു യഥാർത്ഥ വിശ്വാസിയാകൂ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഉമർ തങ്ങൾ
പറഞ്ഞു, എന്റെ ശരീരം കഴിഞ്ഞാൽ ഈ ലോകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നിങ്ങളെയാണ് നബിയെ. ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഉമറേ, അല്ലാഹുവിനെ കൊണ്ട് സത്യം അതിനേക്കാളും ഇഷ്ടപ്പെടണം നിന്റെ ശരീരം കഴിഞ്ഞിട്ടല്ല, നിന്റെ ശരീരത്തിനേക്കാൾ ഒരു മുസ്ലിമിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്നേഹം ആരോടായിരിക്കണം? ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്നേഹം അവന്റെ ഉമ്മയോടല്ല, അവന്റെ വാപ്പയോടല്ല, അവന്റെ ഭാര്യ മക്കളോടല്ല, അവന്റെ കുടുംബക്കാരോടല്ല, അവന്റെ സമ്പത്തിനോടല്ല, അവന്റെ ജീവനോടല്ല. അവന്റെ ജീവനേക്കാൾ ഏതെങ്കിലും ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ പ്രവാചകനെ സ്നേഹിക്കുന്നുണ്ടോ, അപ്പോഴേ അവൻ യഥാർത്ഥ വിശ്വാസിയാകൂ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അങ്ങ് പറയുമ്പോ ഉമർ തങ്ങളെ മുത്തുനബിയുടെ കയ്യിൽ ഇങ്ങനെ മുറുകെ പിടിച്ചിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ് ഫഇന്നഹു അൽആന ലഅൻത അഹബ്ബ ഇലയ്യ മിൻ നഫ്സി. ഈ ഭൂമുഖത്ത് ഉമറിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അങ്ങയാണ് നബിയേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ഉമർ ആരായിരുന്നെന്നറിയുമോ? അതാ രണ്ടാമത്തെ ഖലീഫയായ മുത്തുനബിയുടെ കയ്യിൽ പിടിച്ചു നടന്ന ഈ സ്വഹാബിയുടെ പഴയ കഥ എന്തായിരുന്നെന്നറിയുമോ? ഈ ഉമറിന്റെ ചരിത്രം അറിയുമോ? എന്റെ പ്രിയമുള്ളവരെ, ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം എടുത്തു നോക്കൂ. ആ ഉമറിന്റെ സ്വഭാവം എങ്ങനെയായിരുന്നെന്നറിയുമോ? അല്ലാഹുവേ, ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്റെ പ്രിയപ്പെട്ട പിതാവുണ്ടല്ലോ, അവിടെ നിന്ന് 100 ഒട്ടകങ്ങൾ, ആടുകളെയും ഒട്ടകങ്ങളെയും തന്റെ കയ്യിൽ കൊടുത്തിട്ട് വനാന്തരങ്ങളിലേക്ക് മേയ്ക്കുന്നതിന് വേണ്ടി കൊടുത്തു വിടുമായിരുന്നു. അതാ ഉമർ റളിയല്ലാഹു തആല അൻഹു. എന്റെ പ്രിയപ്പെട്ടവരെ, ഖത്താബിന്റെ മകനായ ഉമറുണ്ടല്ലോ, ഉമർ തങ്ങളുടെ പിതാവ് വല്ലാത്ത കരിമഹൃദയമുള്ള മനുഷ്യനാ. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പിതാവ് ആട് മേയ്ക്കാൻ അവിടെ നിന്ന് ഒട്ടകത്തെയും മൃഗങ്ങളെയും മേയ്ക്കുന്നതിന് വേണ്ടി 100 എണ്ണം വീതം കൊടുത്തുവിടും. എന്റെ പ്രിയപ്പെട്ടവരെ, വനാന്തരങ്ങളിൽ പോയി അവിടെ നിന്ന് കൊണ്ടുപോയി മേച്ചിട്ട് തിരിച്ചു വരുമ്പോ പടച്ചവനെ 1ഉം 2ഉം എല്ലാ ദിവസവും കുറവാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീട്ടിലേക്ക് കയറി വരുമ്പോൾ വാപ്പയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് വല്ലാത്ത ക്രൂര പീഡനമായിരുന്നു. ഉമറെന്ന് പറയുന്ന ആ ചെറിയ കുട്ടിയോട് തന്റെ പിതാവ് കാണിക്കുന്ന ക്രൂരത സഹിക്കാൻ കഴിയില്ലായിരുന്നു. പലരും കണ്ടിട്ട് സങ്കടം തോന്നുന്ന രീതിയിൽ വല്ലാത്ത പീഡനം, വല്ലാത്ത യാതന. അങ്ങനെ തന്റെ പിതാവിന്റെ ഭാഗത്ത് നിന്നുള്ള പീഡനങ്ങൾ സഹിച്ച് ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹൃദയത്തിൽ നിന്ന് കാരുണ്യം പോയി, ഹൃദയം കരിങ്കല്ല് പോലെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉമർ വല്ലാത്ത അവസാനം ഒരു ഗുണ്ടയാകുന്നത് പോലെ. എന്റെ പ്രിയപ്പെട്ടവരെ, വല്ലാതെ ഗുണ്ടകളുടെ നേതാവാകുന്ന അവസ്ഥയിൽ റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ എല്ലാവർക്കും പേടിയാണ്. ഉമർ എന്ന് കേട്ടാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഉമറിന്റെ പേര് കേൾക്കുന്നത് തന്നെ വല്ലാത്ത പേടിയാ. പെണ്ണുങ്ങൾക്ക് പോലും പേടിയായിരുന്നു, ശത്രുക്കൾക്ക് പോലും പേടിയായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഏതെങ്കിലും ഒരു കുഞ്ഞു ഭക്ഷണം കഴിക്കാതിരുന്നാൽ ഉമ്മമാര് പറയും, ഉമർ വരുന്നടാ, ഖത്താബിന്റെ മകൻ ഉമർ വരുന്നടാ. കുഞ്ഞുങ്ങളെ പേടിച്ചിട്ട് ഭക്ഷണം കഴിക്കുമായിരുന്നു. ഉറങ്ങാത്ത മക്കളെ ഉമ്മമാര് പേടിപ്പിച്ചുറക്കിയത് ഉമറിന്റെ പേര് പറഞ്ഞിട്ടാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് ചിന്തിച്ചു നോക്ക്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മൾ നമ്മുടെ മക്കളെ പേടിപ്പിക്കാറില്ലേ? ആന വരുന്നടാ, ശൈത്താൻ വരുന്നടാ, പ്രേതം വരുന്നടാ, അല്ലേ? ഉമർ ഇബ്നുൽ ഖത്താബ് ഉമ്മമാര് ഭക്ഷണം കഴിക്കാത്ത മക്കളോട് പറയും, വരുന്നു, ഉമർ വരുന്നെന്ന് പറഞ്ഞാൽ മതി, അല്ലാഹുവേ ഭക്ഷണം കഴിക്കാം. അങ്ങനെ മാതാപിതാക്കൾ പോലും ഭയപ്പെടുത്തിയിരുന്ന ഉമർ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രം എടുത്തു നോക്ക്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മുസ്ലിമായപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരാള് വന്നിട്ട് പറഞ്ഞു, ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായി. അയൽവാസി പറഞ്ഞ മറുപടി എന്തെന്നറിയോ? എന്റെ വീടിന്റെ മുന്നിൽ നിൽക്കണ കഴുത മുസ്ലിമായി എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും, ഉമർ മുസ്ലിമായി എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കൂല. എങ്ങനെ? ഈ വീടിന്റെ വെളിയിൽ നിൽക്കുന്ന കഴുത മുസ്ലിമായി എന്ന് നീ പറ.
ഞാൻ വിശ്വസിക്കാം, പക്ഷെ ഉമർ മുസ്ലിമായി എന്ന് ഞാൻ വിശ്വസിക്കൂല. കാരണം അതായിരുന്നു മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. കാരണം അങ്ങനെ ഒരു ജീവിതമായിരുന്നു. എല്ലാവരും വല്ലാതെ ഭയപ്പെടുത്തി ഏത് കാര്യത്തിനും മുന്നിൽ നിൽക്കുന്ന ശത്രുക്കൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പ്രബോധനവുമായി കടന്നു വന്നപ്പോൾ അതാ ശത്രുക്കൾ മുഴുവനും ഒരുമിച്ച് കൂടുകയാണ്. ഖുറൈശികൾ മുഴുവനും ഒരുമിച്ച് കൂടുകയാണ്. എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് ഒരു കൊട്ടേഷൻ കൊടുക്കുകയാ. അവിടെന്ന് പറയുന്നു, ഞങ്ങളിൽ ഏറ്റവും വലിയ യോദ്ധാവ് നീയാണ്, ഏറ്റവും വലിയ ധൈര്യമുള്ളവൻ നീയാണ്, നിന്നെ പരാജയപ്പെടുത്താൻ ഒരു മനുഷ്യനും കഴിയില്ല. ഉമറേ, നിനക്ക് ഞങ്ങൾ 100 ഒട്ടകങ്ങൾ തരാ, നിനക്ക് 100 ഒട്ടകങ്ങൾ തരാ, നീ ചോദിക്കുന്നതല്ല ഞങ്ങൾ തരാ. പക്ഷേ എന്ത് ചെയ്യണമെന്നറിയുമോ? നമ്മുടെ ദൈവങ്ങളെ മുഴുവനും കുറ്റം പറയുന്ന, നമ്മുടെ ദൈവങ്ങളല്ല അതെല്ലാം വലിച്ചെറിഞ്ഞിട്ട് പുതിയ ഒരു മതവുമായി കടന്നു വന്ന മുഹമ്മദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, അവന്റെ തലയെടുക്കാൻ നീയാണ് അർഹൻ. ആ മുഹമ്മദിന്റെ തലയെടുത്തു കൊണ്ടുവന്നാൽ നിനക്ക് 100 ഒട്ടകങ്ങൾ തരാമെന്നവിടന്ന് എന്റെ പ്രിയമുള്ളവരെ അവിടന്ന് വാഗ്ദാനം ചെയ്യുമ്പോൾ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല കേൾക്കേണ്ട താമസമുണ്ടല്ലോ. ഊരി പിടിച്ച വാളും എടുത്തുകൊണ്ട് തന്റെ തന്റെ കുതിരയുടെ മുകളിൽ അവിടന്ന് പായുകയാണ്. റസൂലുള്ളാഹിയുടെ തലയെടുക്കാൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ തല വെട്ടുന്നതിന് വേണ്ടി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല കുതിരപ്പുറത്ത് ഇങ്ങനെ പോകുകയാണ്. അങ്ങനെ പോകുന്ന വഴിയിലാണ് മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല ചെറുപ്പക്കാരനായ സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങളെ കാണുന്നത്. അവിടുന്ന് ചോദിക്കുകയാ, അയിന തുരീദു യാ ഉമർ, ഉമറേ നീ എവിടെ പോവുകയാണ്? ഊരി പിടിച്ച വാളുമായി ഉമർ പായുന്നത് കാണുമ്പോ അവിടുന്ന് മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല ചോദിക്കുകയാ, ഉമറേ നീ എവിടെ പോവുകയാണ്? അവിടുന്ന് പറയുകയാ, നമ്മുടെ ദൈവങ്ങളെ മുഴുവനും കുറ്റം പറയുന്ന പുതിയ മതവുമായിട്ട് ഖുറൈശികളുടെ ഇടയിൽ ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ മുഹമ്മദ്, അവന്റെ തല കൊയ്യാൻ പോകുകയാണ്. അവിടുന്ന് പറയുകയാണ്, ഫഖ്തുലുഹു, ഞാൻ അവന്റെ തല വെട്ടാൻ പോവുകയാണ്. മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അവിടുന്ന് ചോദിക്കുന്ന, ഉമറേ മുത്തുനബിയുടെ തലയെടുക്കാൻ പോകുകയാണോ? ആരുടെ തലയെടുക്കാനാ നീ പോകുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകന്റെ തല വെട്ടാനാണോ നീ പോകുന്നത്? നിനക്കതിന് കഴിയുമോ ഉമർ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ തലയെടുത്തിട്ട് നിനക്ക് ആ നാട്ടിൽ നിന്ന് തിരിച്ചു വരാൻ കഴിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഉമർ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അവിടുന്ന് മുത്തുനബിയുടെ പേര് പറയുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ചോദിക്കുന്നു, സഅദേ നീയും അവരുടെ കൂടെ കൂടിയോ? സഅദേ നീയും അവന്മാരുടെ കൂടെ കൂടിയോ? നീയും അവന്മാരുടെ കൂടെ കൂടിയോ? പുതിയ മതത്തിലേക്ക് നീയും കൂട്ടുകൂടിയോ സഅദ്? എങ്കിൽ ആദ്യം നിന്റെ തല ഞാൻ വെട്ടുമടാ എന്ന് പറഞ്ഞുകൊണ്ട് കുതിരയുടെ മുകളിൽ നിന്ന് അതാ വാളുമെടുത്തുകൊണ്ട് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിലേക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് ചാടുമ്പോ അവിടുന്ന് ചോദിക്കുന്നു, ഉമറേ മുസ്ലിമായ ആരെയും നീ കൊല്ലുവോ? ആരൊക്കെ മുസ്ലിമായാൽ എല്ലാത്തിനെയും ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് വാളെടുത്തുകൊണ്ട് സഅദ് തങ്ങളുടെ നേരെ ചാടുമ്പോ സഅദ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുകയാ, എങ്കിൽ ആദ്യം വെട്ടേണ്ടത് മുഹമ്മദിന്റെ തലയല്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ തലയല്ല, ഈ സഅദിന്റെ തലയല്ല. നീ ആദ്യം വെട്ടേണ്ടത് ആരുടെ എന്നറിയുമോ? ഫൈദ്ഹബ് ഇലാ ഹുജ്രി, നിന്റെ വീട്ടിലേക്ക് പോകടാ. ആദ്യം പോയി കൊല്ലേണ്ടത് നിന്റെ പെങ്ങളെയാടാ. നിന്റെ കൂടപ്പറപ്പ് മുസ്ലിമായിരിക്കുകയാണ്, നിന്റെ കൂടപ്പറപ്പ് മുസ്ലിമായിരിക്കുകയാ. ആദ്യം പോയിട്ട് നിന്റെ സഹോദരിയുടെ തല വെട്ടടാ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു
റളിയല്ലാഹു തആല അൻഹു കോപമങ്ങ് വല്ലാതെയായി. സ്വന്തം കൂടപ്പിറപ്പ് മുസ്ലിമായിരിക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കിടന്നു പോവുകയാ. ഉരി പിടിച്ച വാളുമായി തന്റെ പ്രിയപ്പെട്ട സഹോദരി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ, അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമകളായ ഫാത്തിമയല്ല, അതാ ഉമറിന്റെ സഹോദരിയായ ഫാത്തിമ. അതാ ഫാത്തിമയും തന്റെ പ്രിയപ്പെട്ട ഭർത്താവും കൂടെ എന്റെ പ്രിയപ്പെട്ടവരെ വീടിന്റെ അകത്തിരുന്ന് ഖുർആൻ പഠിക്കുകയാണ്. ആരാ ഖുർആൻ ഓതുന്നത്? മഹാനായ ഹബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു തആല അൻഹു. ഉസ്താദ് വീട്ടിൽ വന്നിരുന്ന് ട്യൂഷൻ എടുക്കുന്നത് പോലെ ഹബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു തആല അൻഹു ഉമർ തങ്ങളുടെ സഹോദരിക്കും ഭർത്താവിനും ഖുർആൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാ. സുബ്ഹാനല്ലാഹ്, വല്ലാത്ത ശബ്ദം കേൾക്കുമ്പോ വെളിയിലൊരു വല്ലാത്ത ശബ്ദം കേൾക്കുകയാണ്. ആരാ വരുന്നത്? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. കിസ്റയെയും കൈസറിനെയും വിറപ്പിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് ഊരി പിടിച്ച വാളുമായി കലിതുള്ളിയിട്ട് തന്റെ വീട്ടിലേക്ക് കടന്നു വരികയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഹബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ജീവനും കൊണ്ട് ഇറങ്ങി ഓടുകയാണ്. ഉമറാണ് വരുന്നത്. നേരിടാനുള്ള ധൈര്യമില്ല. സ്വഹാബി അവിടുന്ന് ബാക്കിലെ വാതിലിലൂടെ അവിടുന്ന് പുറകിലൂടെ ഇറങ്ങി ഓടാൻ സൈഡിലേക്ക് ഒളിഞ്ഞു മാറുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഉമർ തങ്ങൾ വീടിന്റെ അകത്ത് കടന്നു വന്നു. എന്നിട്ട് അവിടെ വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്താ ഓതുന്നത്? നിങ്ങൾ എന്തേ പഠിക്കുന്നത്? നിങ്ങൾ പഴയ മതമൊക്കെ വലിച്ചെറിഞ്ഞ് മുഹമ്മദിന്റെ കൂടെ കൂടിയോ? പടച്ചവനെ, തന്റെ പ്രിയപ്പെട്ട സഹോദരിയുടെ ഭർത്താവിനോട് ചോദിക്കുമ്പോ അവിടെ അളിയൻ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഉമറേ, നമ്മൾ പറയുന്ന കാര്യങ്ങളിലാണോ വ്യത്യാസമുള്ളതെന്നറിയില്ലല്ലോ. അല്ലാഹുവേ, പറയേണ്ട താമസം. മുസ്ലിമായെന്ന് പറഞ്ഞില്ല, നമ്മൾ പറയുന്നത് സത്യമല്ലെങ്കിൽ എന്ത് ചെയ്യും ഉമർ? പറഞ്ഞു തീരേണ്ട താമസം. തന്റെ പ്രിയപ്പെട്ട സഹോദരിയുടെ ഭർത്താവിനെ ചവിട്ടി താഴെയിടുകയാ. അല്ലാഹുവേ, പിന്നെ പറയേണ്ടതില്ലല്ലോ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ തന്റെ കണ്ണിന്റെ മുന്നിലിട്ടുകൊണ്ട് സഹോദരിയുടെ ഭർത്താവിനെ തല്ലിച്ചതയ്ക്കുകയാ. ഇത് കണ്ടപ്പോ ഫാത്തിമാന് സഹിച്ചില്ല. തന്റെ ഭർത്താവിനെയാണ് തല്ലിച്ചതയ്ക്കുന്നത്. ഉമർ കഴുത്തിൽ ചവിട്ടികെട്ടതാ ഇങ്ങനെ കൊല്ലുന്നതിന് വേണ്ടി അവിടുന്ന് ചവിട്ടി കഴുത്ത് ഞെരിക്കുകയാണ്. ഇത് കണ്ടപ്പോ ഫാത്തിമ ഓടി വന്നിട്ട് ഉമർ തങ്ങളുടെ കയ്യിൽ കയറി പിടിച്ചു. ഉമർ തങ്ങളുടെ കയ്യിൽ കയറി പിടിച്ചു. അല്ലാ, ആരോഗ്യവാനായ ഉമറുണ്ടല്ലോ, തന്റെ സഹോദരിയായ ഫാത്തിമയെ തല്ലുകയാ. അവിടുന്ന് മുഖത്തെ കടിക്കുകയാണ്. ഫാത്തിമ എന്ന് പറയുന്ന തന്റെ കൂടപ്പറപ്പിന്റെ മൂക്കങ്ങ് പൊട്ടുകയാണ്. മുഖത്തടി കൊണ്ട് മൂക്ക് പൊട്ടിയിട്ട് പൈപ്പിൽ നിന്ന് വെള്ളം വീഴുന്നത് പോലെ അവിടത്തെ മുഖത്ത് മൂക്കിൽ നിന്ന് രക്തം ഇങ്ങനെ ഒഴുകുകയാ. തന്റെ കൂടപ്പറപ്പ് താഴെ കിടന്ന് രക്തത്തിൽ കിടന്ന് പിടയുകയാണ്. സുബ്ഹാനല്ലാഹ്, ഉമർ തങ്ങളാ കൂടപ്പറപ്പ് രക്തത്തിൽ കിടന്ന് പിടയുന്നത് കണ്ടപ്പോ അവിടുത്തെ മനസ്സങ്ങ് ഇടറിപ്പോയി. എത്രയൊക്കെയാണെങ്കിലും സഹോദരിയല്ലേ, ഒരു മാട ഗർഭാശയത്തിൽ കിടന്ന കൂടപ്പറപ്പല്ലേ. ഉമർ തങ്ങളുടെ കോപമങ്ങ് വല്ലാതെ താഴുകയാണ്. തന്റെ സഹോദരിയുടെ ചാരത്തേക്ക് കടന്നു ചെന്നു. ഉമർ മിണ്ടാതെ കുറച്ചു നേരം അതിനകത്തിരുന്നു. എന്നിട്ട് ഫാത്തിമയോട് ചോദിക്കുന്നു, ഫാത്തിമ, ഞാൻ ഈ വീട്ടിലേക്ക് കടന്നു വന്നപ്പോ നിങ്ങൾ എന്തോ വായിക്കുന്നത് കേട്ടല്ലോ, നിങ്ങൾ എന്തോ ഓതുന്നത് കേട്ടല്ലോ, അതെനിക്കൊന്ന് കാണിച്ചു തരുമോ? എന്റെ കയ്യിലേക്കൊന്ന് തരുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതുന്നതാണ് ഉമർ തങ്ങൾ കേട്ടത്. അവിടുന്ന് ഫാത്തിമയോട് ചോദിച്ചു, എനിക്കതൊന്ന് തരുമോ? ആ വായിച്ചതെന്റെ കയ്യിലേക്കൊന്ന് തരുമോ? ഫാത്തിമ എവിടെന്ന് പറയുകയാ. പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് ചോദിക്കുമ്പോ മഹ്ദി എവിടെന്ന് പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ശുദ്ധിയില്ലാതെ തൊടാൻ പാടില്ലല്ലോ. നിന്റെ ഈ കോലത്ത് ഖുർആൻ തൊടാൻ കഴിയില്ലല്ലോ. അല്ലാഹുവേ,
പരിശുദ്ധമായ ഖുർആനാണല്ലോ, അത് നിനക്ക് ശുദ്ധിയില്ലാതെ തൊടാൻ കഴിയില്ല, പോയിട്ട് ശുദ്ധിയായിട്ട് വാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല തന്റെ സഹോദരിയുടെ വീടിന്റെ പുറകിലേക്ക് കടന്നു ചെന്നിട്ട് കുളിക്കുകയാണ്, അവിടെ നിന്ന് ശുദ്ധിയാവുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ തലകിടക്കാൻ വേണ്ടി ഇറങ്ങി ഓടിയ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അവിടെ നിന്ന് പോയി കുളിച്ചൊരുങ്ങുകയാണ്. എന്നിട്ട് തന്റെ പ്രിയപ്പെട്ട സഹോദരിയുടെ ചാരത്തേക്ക് കടന്നു വന്നു. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്നിട്ട് പറയുന്നു, ഫാത്തിമ, എനിക്ക് ആ വാചകങ്ങളൊന്ന് പറഞ്ഞു തരുമോ? ആ വാചകങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരുമോ? ഫാത്തിമ എന്ന തന്റെ കൂടപ്പറപ്പുണ്ടല്ലോ, അവരോതുകയാ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തു ത്വാഹയുണ്ടല്ലോ, സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അങ്ങ് ഓതാൻ തുടങ്ങുമ്പോ ഉമറിന്റെ കൈകാലുകൾ വിറയ്ക്കുകയാണ്, ഉമറിന്റെ ഹൃദയം അങ്ങ് വല്ലാതെ തളർന്നു പോവുകയാണ്. അവിടെ നിന്ന് സൂറത്തു ത്വാഹയുടെ 14 ആയത്തുകൾ കൂടപ്പറപ്പ് ഇങ്ങനെ ഓതി കൊടുക്കുകയാ. ഉമർ തങ്ങൾ ആയത്ത് കേട്ട് കഴിഞ്ഞപ്പോ അവിടെ നിന്ന് വിളിക്കുന്നു, അല്ലാഹ്, ഇത് മുഹമ്മദ് എഴുതിയതല്ല, ഇതൊരിക്കലും ലോകത്തുള്ള ഒരു മനുഷ്യരും എഴുതിയതല്ല. കാരണം ഇങ്ങനെ എഴുതാൻ ആരെക്കൊണ്ടും കഴിയില്ല. കാരണം മുഹമ്മദ് വായിക്കാനും എഴുതാനും അറിയാത്തവനാ. പക്ഷേ ഉമർ തങ്ങൾക്ക് വല്ലാത്ത ബുദ്ധിയായിരുന്നു, എഴുത്തും വായനയും ഉമർ തങ്ങൾക്ക് അറിയുമായിരുന്നു. അവിടുത്തെ അർത്ഥം ഇങ്ങനെ ഗ്രഹിച്ചപ്പോ, ഖുർആൻ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ അതിന്റെ അർത്ഥം മനസ്സിലാക്കിയപ്പോ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, ഇത് ഒരിക്കലും മുഹമ്മദ് എഴുതിയതല്ല, ഇത് മുഹമ്മദ് എഴുതിയതല്ല, ഇത് മുഹമ്മദിന്റെ റബ്ബ് എഴുതിയതാണ്. പടച്ചവനെ, സത്യം അവിടെ നിന്ന് മനസ്സിലായി. തന്റെ കൂടപ്പറപ്പിനോട് ചോദിക്കുന്നു, ഫാത്തിമ, എവിടെയാണ് മുത്തുനബി ഇരിക്കുന്നത്, എവിടെയാണ് മുഹമ്മദ് ഇരിക്കുന്നത്? ഇത് ചോദിക്കുമ്പോ ഖുർആൻ പഠിപ്പിക്കാമെന്ന ഉസ്താദായ അല്ലാഹുവേ മഹാനായ അദാ അറത്ത് റളിയല്ലാഹു തആല അൻഹു വിളിച്ചിരിക്കുകയാണ്. പഠിപ്പിക്കാമെന്ന ഉസ്താദാണ് ഹബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു തആല അൻഹു. അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു, ഞാൻ കൊണ്ടുപോകാം ഉമറേ, ഞാൻ കൊണ്ടുപോകാം ഉമറേ. അവസാനം അവിടെ നിന്ന് കയ്യിൽ പിടിച്ചുകൊണ്ട് മുത്തുനബിയുടെ ചാരത്തേക്ക് പോകുമ്പോ മഹാനായ ഹബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് പറഞ്ഞു, ഉമറേ, ഇന്നലെ മുത്തുനബി ദുആ ചെയ്തത് എന്തെന്നറിയോ? ഇന്നലെ അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തത് എന്തെന്നറിയുമോ? ഇന്നലെ വെള്ളിയാഴ്ച രാവ് അല്ലാഹുവിന്റെ പ്രവാചകൻ ഇന്നലെ ദുആ ചെയ്തത് എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, വ്യാഴാഴ്ച രാത്രി അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ഇസ്സൽ ഇസ്ലാമ ബിഉമർ ഇബ്നുൽ ഖത്താബ് ഔ അംർ ഇബ്നു ഹിശാം. വ്യാഴാഴ്ച ദിവസം അല്ലാഹുവിന്റെ പ്രവാചകം ദുആ ചെയ്തു, അല്ലാഹ്, ഒന്നിൽ ഉമർ, രണ്ടാലൊരു ഉമറിനെ കൊണ്ട് ഈ ദീനിനെ നീ ശക്തിപ്പെടുത്തണേ തമ്പുരാന്. ഒന്ന് അബൂജഹല്, രണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ഇവരിൽ രണ്ടുപേരെ ആരെയെങ്കിലും കൊണ്ട് നീ ഇസ്ലാമിനെ ശക്തിപ്പെടുത്തണം. ഹബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, ഇന്നലെ രാത്രി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു, രണ്ടാലൊരു ഉമർ, ഇവരിൽ ആരെയെങ്കിലും കൊണ്ട് നീ അല്ലാഹുവേ ദീനിനെ ശക്തിപ്പെടുത്തണം. പ്രവാചകൻ ദുആ ചെയ്തു. അപ്പൊ പോകാൻ പറ്റിയത് ഇന്ന് തന്നെയാണ്. അവിടുന്ന് രണ്ടുപേരും കൂടെ നടന്നുപോയി. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സഹാബിയുടെ വീടിന്റെ അകത്ത്, അന്ന് പരസ്യ പ്രബോധനമൊന്നുമില്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു സഹാബിയുടെ വീടിന്റെ അകത്ത് ഇരിക്കുക. അപ്പോഴാ വരുന്നത് മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ഉമർ തങ്ങൾ വരുന്നത് കണ്ടപ്പോ തന്നെ സഹാബത്ത് മുഴുവനും പെടയാ. ഉമർ വരുന്നത് കണ്ടപ്പോ തന്നെ ആർക്കും തടയാനുള്ള ധൈര്യമില്ല. കാരണം വല്ലാത്ത യോദ്ധാവ്, ഉമറിനെ പോലെ ധൈര്യമുള്ള ഒരാളുമില്ല, തടയാൻ ഒരാളും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരണം ശത്രുക്കളുടെ നെടുന്തൂണായിരുന്നു രണ്ട് സഹാബികൾ. ശത്രുക്കളുടെ ഏറ്റവും വലിയ ബലമായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല. അവിടുന്ന് ശത്രുക്കൾ തന്നെ പറയുന്നുണ്ട്, ഹദീസിൽ കാണാം, ഉമർ മുസ്ലിം ആയതുകൂടെ ശത്രുക്കളുടെ പകുതി നഷ്ടപ്പെട്ടു പോയെന്നാണ്.
ഉമർ റളിയല്ലാഹു തആല അൻഹു മുസ്ലിമായതോടുകൂടി പോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉമർ ഇബ്നുൽ ഖത്താബ് അത്രയും വലിയ യോദ്ധാവ് മുസ്ലിമായിട്ട് രഹസ്യമായിട്ട് ദീൻ പഠിപ്പിക്കുന്നത് കണ്ടപ്പോൾ ഉമർ തങ്ങൾ ചോദിച്ചെന്ന എന്തിനാ നബിയെ ഒളിച്ചും പാത്തും ചെയ്യണേ? ആദ്യമായിട്ട് പ്രകടനം നടന്നത് എങ്ങനെയാണെന്നറിയോ? അള്ളാഹുവിന്റെ പ്രവാചകനും തന്റെ സ്വഹാബത്തും പാത്തും പതുങ്ങിയിരുന്ന് ദീനിന്റെ പ്രബോധനം നടത്തിയപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, എന്തിനാ നബിയെ പേടിക്കണേ? എന്തിനാ പേടിക്കണം? പരസ്യമായിട്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു റാലി നടത്തി. റാലിയുടെ ഒന്നാമത്തെ സഫിൽ 2 വരിയായിരുന്നു അന്ന്. ആ റാലി നടത്തിയപ്പോ 2 സഫ് ഉണ്ടായിരുന്നു. ഒന്നാമത്തെ സഫിന്റെ നേതൃത്വം മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. രണ്ടാമത്തെ സഫിന്റെ അമീർ മഹാനായ സയ്യിദുന ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആല അൻഹു. 2 പേരും നെഞ്ചു വിരിച്ചിട്ട് നടന്നു. തടയാനുള്ള ഈ ഉമർ റളിയല്ലാഹു തആല അൻഹുവാണ് വീട്ടിലേക്ക് കയറി വരുന്നത്. സഹാബത്തിന്റെ കൈകാലുകൾ വിറക്കാൻ തുടങ്ങി. അല്ലാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഉമർ വരുന്നുണ്ട് നബിയേ. ഖത്താബിന്റെ മകൻ ഉമർ വരുന്നുണ്ട് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മാറ് സഹാബാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ഇറങ്ങി നടക്കുകയാണ്. കാരണം മുത്തുനബിക്കറിയാം, അല്ലാഹുവിന്റെ റസൂലിന് അറിയുമായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് കടന്നു ചെന്ന് ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കയ്യിൽ പിടിക്കുകയാണ്. പടച്ച റബ്ബേ, അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടപ്പോ, ആ ശറഫാക്കപ്പെട്ട മുഖം കണ്ടപ്പോ, അല്ലാഹുവിന്റെ റസൂലിന്റെ തലയെടുക്കാമെന്ന ഉമർ ഇബ്നുൽ ഖത്താബ് മുത്തുനബിയുടെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഷഹാദത്ത് കലിമ പറഞ്ഞ മുത്തുനബിയുടെ കയ്യിൽ പിടിച്ച് മുസ്ലിമായെന്ന ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ഉമറിന്റെ പഴയകാലം വല്ലാത്ത കാലമായിരുന്നു. ഇങ്ങനെ ജീവിച്ചിരുന്ന ഉമറുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ കൂടിയപ്പോൾ, പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വന്നപ്പോൾ, പരിശുദ്ധമായ ദീനിലേക്ക് അവിടുന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നു. പടച്ചവനെ, പിന്നെ പ്രവാചകന്റെ ഇടത്തും വലത്തുമായി എപ്പോ നോക്കിയാലും അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെയാണ്. വല്ലാത്ത സ്നേഹമായിരുന്നു മുത്തുനബിയോട്, വല്ലാത്ത സ്നേഹമാ. ഏതൊരു കാര്യത്തിനും പ്രവാചകന്റെ കൂടെ ഉമർ ഉണ്ടായിരുന്നു. ഒരുപാട് ചരിത്രങ്ങളും ഒരുപാട് അനുഭവങ്ങളും ഉണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഭയങ്കര വലിയ കരുണയാണ്. അബൂബക്കർ സിദ്ദീഖ്, 2 പേരും വല്ലാത്ത വ്യത്യാസമാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എന്നാ പറഞ്ഞു ഭയങ്കര കരുണയും വല്ലാത്ത താഴ്മയും അങ്ങനെ. പക്ഷെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വെട്ടൊന്ന് തുണ്ടൻ 2 ഈ ശിഷ്ടക്കാരനാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരു പരിപാടിയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതാണല്ലോ ശത്രുക്കളെയൊക്കെ മദീനയുടെ വിജയം, മക്ക വിജയത്തിന് ശേഷം ശത്രുക്കളെയൊക്കെ പിടിച്ചോണ്ട് വന്നപ്പോൾ പറഞ്ഞു, എന്ത് ചെയ്യണം നബിയെ? പറ നബിയെ, ഞാൻ വെട്ടാം. എന്താ ഉമർ റളിയല്ലാഹുവിന്റെ സിസ്റ്റം അങ്ങനെ പറഞ്ഞു? എന്താ പറയോ? നബിയെ, ഒല്ലാത്തിന്റെ തല പുറകെ നിൽക്കുന്നവന്റെ കയ്യിൽ വാള് കൊടുത്തിട്ട് പറയണം മുന്നിൽ നിൽക്കുന്നവനെ വെട്ടാൻ. ഇങ്ങനെ വെട്ടി 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 അവസാനം ഒരുത്തം ബാക്കി വരും, അവനെ ഞാൻ എന്റെ കൈ കൊണ്ട് വെട്ടാമെന്ന് മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ്. അതാ സിസ്റ്റം. അതാ പല തീരുമാനങ്ങളും അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, ചില മസാലകളുമായി ബന്ധപ്പെട്ട് വന്നപ്പോ ചില കാര്യങ്ങളിൽ ഉമർ തങ്ങൾ പറഞ്ഞു ഇങ്ങനെ ചെയ്യാം. രണ്ടഭിപ്രായമായി സഹാബത്തിന്റെ ഇടയിൽ ചില കാര്യങ്ങൾ വരുമ്പോ ചില കാര്യങ്ങളുടെ നിയമങ്ങളുടെ വശം ഉമർ തങ്ങൾ പറഞ്ഞു ഇങ്ങനെ ചെയ്യാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിറ്റേ ദിവസം മഹാനായ മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഖുർആന്റെ ആയത്തുമായിട്ട് ഇറങ്ങി വരുന്നു. ഉമർ പറഞ്ഞു തന്നെ ശരി. ഖുർആനിൽ 6-7 ആയത്തോളം ഉമർ തങ്ങളുടെ തീരുമാനത്തിനോട് യോജിച്ചിട്ട് ആയത്തിറങ്ങി എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വല്ലാത്ത മാറ്റമായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതം. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകനോടൊപ്പമുള്ള ജീവിതം, പല സംഭവങ്ങൾ, എത്രയോ ചരിത്രങ്ങൾ വിശാലമായി കിടക്കുന്നത് കൊണ്ട് ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവാണ് മഹാനായ നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായപ്പോ ആരോ പറഞ്ഞു, ഉമറേ, റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആളും കൊണ്ടുവന്നിട്ട് വീടിന്റെ വാതിലിൽ നിൽക്കാ. എവനാടാ പറയണേ? ധൈര്യമുണ്ടോ ഒറ്റൊരുത്തന്? അവിടെ നിന്ന് ചോദിക്കുന്ന ആരാടാ? അള്ളാന്റെ റസൂല് വഫാത്തായി എന്ന് ആരാ പറയണേ? ഊരിപ്പിടിച്ച വാളും പിടിച്ചിട്ട്
എന്റെ ബോധം നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ പോലെ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു പേടിച്ചു വിറച്ചുപോയി സഹാബത്ത്. എന്റെ പ്രിയപ്പെട്ടവരെ, അത്രയും പ്രവാചകനോട് വല്ലാത്ത മഹബത്തായിരുന്നു. പ്രവാചകന്റെ പല കാര്യങ്ങളും, മുത്തുനബിയുടെ വഫാത്തിന്റെ അടയാളങ്ങൾ പോലും ഉമർ തങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. കാരണം ഈമാനികമായിട്ട് അത്രയും ശക്തിയ ഉമറിനെ എല്ലാവർക്കും ഭയമായിരുന്നു, ശത്രുക്കൾക്ക് പോലും. എല്ലാവരും ഒളിച്ചും പാത്തുവാ ഹിജറ പോയെ. എല്ലാവരും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയത് ഒളിച്ചും പാത്തു. ഉമർ റളിയല്ലാഹു തആല അൻഹു എല്ലാം കൂടെ വാരി കെട്ടിയിട്ട് നെഞ്ചും പിരിച്ചു പോയി, ഒരുത്തരുമില്ല തടയാൻ. ഉമർ റളിയല്ലാഹു തആല അൻഹു ചങ്കൂറ്റത്തോടെ, അതൊക്കെയാ അതാ ഇന്നത്തെ യുവതലമുറ പഠിക്കേണ്ടത്. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം ഒരു പേടിയുമില്ല. എന്തൊക്കെ ശക്തികൾ നമുക്കെതിരെ വന്നാലും യാതൊരു ഭയവുമില്ല. ശത്രുക്കളുടെ മുന്നിലൂടെ ഉള്ളതൊക്കെ വാരിക്കെട്ടിയിട്ട് ഉമർ റളിയല്ലാഹു തആല അൻഹു ഹിജറ പോയി എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. ഒരാൾ പോലും ചോദിക്കാനില്ലായിരുന്നു. അതുകൊണ്ടാ സഹോദരങ്ങളെ, ഇബ്ലീസിന്, സാക്ഷാൽ ഇബ്ലീസിന് പോലും ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ പേടിയാ. അപ്പൊ നിങ്ങൾ ചിന്തിക്ക്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഉമർ റളിയല്ലാഹു തആല അൻഹു നടന്നു വരുന്ന വഴിയിലൂടെ ഇബ്ലീസ് പോലും വരത്തില്ല എതിരെ. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി പോകും ഉമർ റളിയല്ലാഹു തആല അൻഹു. ഇവിടെ നിന്ന് അങ്ങോട്ട് നടന്നു പോകുമ്പോ ഇബ്ലീസിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഉമറിന്റെ വെട്ടം കണ്ട ഓടുക. ആര്? ശപിക്കപ്പെട്ട ഇബ്ലീസ് പോലും. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ആ ഇബ്ലീസ് പേടിക്കണമെങ്കിൽ ആ ഉമർ ആരായിരുന്നു? ആ ഉമറിന്റെ ഈമാൻ എന്തായിരുന്നു? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു, ഖബറിൽ കൊണ്ടുവച്ചാൽ ഖബറിൽ 2 മലക്കുകൾ വരും, മുൻകറും നക്കീറും വരും. മൻ റബ്ബുക, മൻ ദീനുക, മൻ ഇമാമുക, ചോദിക്കും. ഇതൊക്കെ ചോദിക്കുമെന്ന് പറയുമ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു പറയാ, എന്നോടെങ്ങാനും ചോദിച്ചാലേ. എങ്ങനെ? പള്ളിപ്പറമ്പിലെ ഖബറിന്റെ അകത്ത് കൊണ്ടുവെക്കുമ്പോ മലക്കുകൾ വന്നിട്ട് മൻ റബ്ബുക എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ ആ മലക്കുകളോട് ചോദിക്കും, നിന്റെയൊക്കെ റബ്ബാരാ? അത് തന്നെ എന്റെ റബ്ബെന്ന് ഞാൻ പറയും. എന്ന് ആലോചിക്ക ധൈര്യം നമുക്ക് പറ്റുമോ? നമ്മൾ അവിടെ പോയി കിടന്നിട്ട് സക്കറാത്തിന്റെ ബബ്ബ അടിക്കുക കവറിൽ കിടന്നിട്ട്. റളിയല്ലാഹു തആല അൻഹു പറയാം, മലക്കുകൾ എന്നോട് ചോദിച്ചാൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ റബ്ബാരാ? അത് തന്നെ എന്റെ റബ്ബ്. ഇങ്ങനെ പറയാൻ നമ്മളുടെ ധൈര്യം നമുക്കുണ്ടോ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പക്ഷേ അള്ളാഹുവിന് വല്ലാത്ത ഭയമായിരുന്നു റളിയല്ലാഹു തആല അൻഹു. അവിടെ നിന്ന് ഭരണം, ഇസ്ലാമിന്റെ ഭരണം ഏറ്റെടുത്തു. ഇസ്ലാമിന്റെ ഭരണം ഏറ്റെടുത്തു ഉമർ റളിയല്ലാഹു തആല അൻഹു. സത്യപ്രതിജ്ഞ ചെയ്യുക. ഉമർ റളിയല്ലാഹു തആല അൻഹു സത്യപ്രതിജ്ഞ എടുക്കും. അവിടെ നിന്ന് കയറി നിന്നിട്ട് പ്രസംഗം നടത്തി. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്താ നിങ്ങൾ തിരുത്തണം. നമുക്ക് പറയാൻ പറ്റുമോ? നമ്മളവിടെ കയറി നിന്നിട്ട് അങ്ങോട്ട് സത്യപ്രതിജ്ഞ ചെയ്യും. പറയുന്നതിന്റെ ഓപ്പോസിറ്റ് മാത്രമേ സർവ്വത് പ്രവർത്തിക്കാറുള്ളൂ. എന്ത് പ്രതിജ്ഞ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു 40ാമത്തെ സഹാബിയായിട്ട് ഉമർ തങ്ങൾ മുസ്ലിം ആകുന്നത്. ആ ഉമർ റളിയല്ലാഹു തആല അൻഹു എന്റെ പ്രിയപ്പെട്ടവരെ ഇസ്ലാമിന്റെ ഭരണം ഏറ്റെടുത്തു. ഇസ്ലാമിന്റെ ഭരണം 2ാമത്തെ ഖലീഫയായിട്ട് അവിടെ നിന്ന് ഭരണം ഏറ്റെടുക്കുകയാണ്. അല്ലാഹുവേ പടച്ചവനേ, ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് പോലും പറഞ്ഞത്, ഞാൻ ഉമറിന്റെ ഭരണം ഇഷ്ടപ്പെടുന്നു, ഞാൻ ഉമറിന്റെ ഭരണമാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞത് വെറുതെ അല്ല. ആ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണം അങ്ങനെയായിരുന്നു. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ അവിടുന്ന് അല്ലാഹുവേ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയമുണ്ടല്ലോ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഭരണാധികാരിയെ പോലെ വീടിന്റെ അകത്ത് ഒളിച്ചിരിക്കലല്ല, AC റൂമിൽ ഇങ്ങനെ കറങ്ങി നടക്കലല്ല, വാഹനങ്ങളിലല്ല. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ കാണുന്നതിന് വേണ്ടി ഏതോ രാജ്യത്ത് നിന്ന് കുറെ ആൾക്കാർ ഉമർ തങ്ങളെ കാണാമെന്നു. 24 രാഷ്ട്രങ്ങളുടെ നേതാവാണ് ഉമർ ഇബ്നുൽ ഖത്താബ്. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ കൊട്ടാരങ്ങൾ മുഴുവനും തെരഞ്ഞിട്ട് കാണുന്നില്ല. അവിടുന്ന് അതാ സഹാബത്തിനോട് ചോദിച്ചു, ഇസ്ലാമിന്റെ 2ാമത്തെ ഖലീഫ എവിടെയാണ്? പടച്ചറബേ, സ്വഹാബികൾ കാണിച്ചു കൊടുക്കുന്നു. ആ കാണുന്ന മരത്തിന്റെ ചുവട്ടിൽ കിടക്കുന്ന മനുഷ്യനെ കണ്ടോ? ആ മനുഷ്യനാണ് ഇസ്ലാമിന്റെ 2ാമത്തെ ഖലീഫ, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഒരു മരത്തിന്റെ ചുവട്ടിൽ കിടക്കുകയാണ്. AC റൂമില്ല,
ബംഗ്ലാവില്ല, ഒരുപാട് വാഹനങ്ങളില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടുന്ന് രാജാക്കന്മാരെ കണ്ടു നടന്നിരുന്ന ആ സമൂഹം വല്ലാതെ അത്ഭുതപ്പെട്ടുപോയി. എന്റെ പ്രിയമുള്ളവരെ, ചരിത്രം കാണാ, യൂറോപ്പിലേക്ക് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് എന്തോ ഒരു വിരുന്നിന് വേണ്ടി വിളിക്കുകയാണ്. വലിയ നേതാക്കന്മാര് മുഴുവനും ഒരുമിച്ച് കൂടിയപ്പോ അതാ ഖലീഫ യാത്രയാകുകയാണ്. പടച്ചവനെ, ദീർഘമായ യാത്രയാണ്. അതാ രണ്ടുപേരൊരു സഹാബി കൂടെയുണ്ട്. രണ്ടുപേര് യാത്ര തുടങ്ങി. ഒരു വാഹനമാണുള്ളത്. അപ്പൊ അവിടെ നിന്ന് പറഞ്ഞു, കുറച്ചു നേരം നീ യാത്ര ചെയ്യ, കുറച്ചു നേരം ഞാൻ. അങ്ങനെ നിശ്ചയിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, ഉമർ റളിയല്ലാഹു തആല അൻഹു കുതിരയുടെ ഒട്ടകത്തിന്റെ മുകളിൽ ഇരിക്കും. സേവകനായിട്ട് ഒരാളുണ്ട് കൂടെ, സഹാബി കൂടെ താഴെ നടന്നു പോകും. കുറച്ചു ദൂരം കഴിയുമ്പോൾ അദ്ദേഹം മുകളിൽ കയറും. അവസാനം എന്റെ പ്രിയപ്പെട്ടവരെ, ആ നോക്കി നിൽക്കുന്ന നേതാക്കന്മാരുടെ മുന്നിൽ പോയപ്പോ കുതിരയുടെ മുകളിൽ ഇരിക്കുന്നത് ആരാ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് അല്ല, താഴെ കടിഞ്ഞാണം പിടിച്ചുകൊണ്ടിരിക്കുന്നു മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല. ഇന്നൊക്കെ ഒരു മന്ത്രി പോകുമ്പോ എത്ര വണ്ടിയാപ്പ! പടച്ചോൻ, ഇന്നത്തെ മന്ത്രിമാരൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്, ഓന്റെ മുമ്പിലും അസ്റായിൽ വരേണ്ട സമയത്ത് തന്നെ വരത്തില്ല. എന്തിനായി കാണിക്കണേ? ഒരു വണ്ടിയുടെ പുറകിൽ ഇങ്ങനെ നിരത്തി പോവാ. ഏത് വാകട്ടെ, ഞാൻ ആരുടെ ഇറച്ചി തിന്നുന്നില്ല, ഉള്ളത് പറയണമല്ലോ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നാൽ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ഒരു ദിവസം വീട്ടിലേക്ക് കയറിച്ചില്ല. ഒരു ദിവസം തന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോ തന്റെ പൊന്നുമകൻ അബ്ദുള്ള, എന്റെ പ്രിയപ്പെട്ടവരെ, തന്റെ പ്രിയപ്പെട്ട പൊന്നുമകൻ അബ്ദുള്ള ഇറച്ചി തിന്നോണ്ടിരിക്കുക, ഇറച്ചിക്കറി വെച്ചിട്ട് തിന്നോണ്ടിരിക്കുക. റളിയല്ലാഹു തആല അൻഹു കണ്ടപ്പങ്ങട്ട് വല്ലാത്ത ദേഷ്യം തോന്നി. തന്റെ മകനോട് ചോദിക്കുകയാ, നാട്ടുകാര് മുഴുവനും പട്ടിണി കിടക്കുമ്പോ ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയുടെ മകൻ വീടിന്റെ അകത്തിരുന്ന് ഇറച്ചി തിന്നുന്നു. അല്ലാഹുവേ, തന്റെ മകനോട് ദേഷ്യപ്പെടാ. തന്റെ പൊന്നാര മകൻ അല്ലാഹുവേ പടച്ചവനെ ഇറച്ചി തിന്നുന്നത് കണ്ടപ്പോ നാട്ടുകാര് പട്ടിണി കിടക്കുമ്പോ എന്തിന് സഹോദര? ഇന്നത്തെ നേതാക്കന്മാരൊക്കെ പഠിക്കണം. ഇന്നത്തെ ഓരോ നേതാക്കന്മാരും പഠിക്കണം. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം വീട്ടിൽ ചെന്നപ്പോ മോൻ തലയിൽ എണ്ണ തേച്ചിരിക്കുക. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മകന്റെ തലയിൽ എണ്ണ തേച്ചിരിക്കുന്നു. ഉമർ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, ഈ എണ്ണ എവിടെ നിന്നാ? ഈ എണ്ണ നിനക്ക് എവിടെ നിന്നാ? തന്റെ പ്രിയപ്പെട്ട പൊന്നുമകൻ പറഞ്ഞു, വാപ്പാ, ഈജിപ്തിൽ നിന്ന് കുറച്ച് ഒലിവെണ്ണ വന്നു, ജെയ്ത്തെണ്ണ. അത് വന്നപ്പോ ഇത് മദീനക്കാർക്ക്, പാവങ്ങൾക്ക് കൊടുക്കാനുള്ള ജോലി ഈ ചെറുപ്പക്കാരനായിരുന്നു, ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൻ. അപ്പൊ എണ്ണ ഇങ്ങനെ എല്ലാവർക്കും കൊടുക്കുമ്പോ കയ്യിലാവൂലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എണ്ണ ഇങ്ങനെ കൊടുത്ത് അവസാനം കയ്യിലായ എണ്ണ, ആ എണ്ണ കൊണ്ട് ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൻ തലയിലൊന്ന് തലോടി. ആ എണ്ണയാ തലയിൽ തേച്ചിരുന്നേ. സുബ്ഹാനല്ലാഹ്. ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ അവിടുന്ന് തന്റെ മകനോട് ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു, ഒന്നുകിൽ എന്തെങ്കിലും ഒരു ഹദിയ ബൈത്തുൽ മാലിൽ കൊടുക്ക്, ഇല്ലെങ്കിൽ പോയി മുട്ടയടിച്ചിട്ട് വരാൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല. അങ്ങനെ ആയിരുന്നു ഉമർ തങ്ങൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രാത്രികാലമായാൽ വേഷം മാറി ഇങ്ങനെ നടക്കും. അവിടെ നിന്ന് ഒരിക്കൽ വല്ലാതെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് ഇങ്ങനെ മദീനത്ത് കൂടെ നടന്നു പോകുമ്പോ അവിടെ നിന്ന് കാണാം, ലം യസ്മഉ അഹദുൻ യൽഹഖു വലം യസ്മഅ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മദീനത്ത് കൂടെ നടന്നു പോകുമ്പോൾ പടച്ചവനെ ആരും പുഞ്ചിരിക്കുന്നില്ല, ഒരാളും പുഞ്ചിരിക്കുന്നില്ല, ഒരാളും സംസാരിക്കുന്നില്ല. യാചിച്ച് നടക്കുന്നവരെ പോലും മദീനത്ത് കാണാനില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് വല്ലാത്ത അത്ഭുതമായ, ആരും സംസാരിക്കുന്നില്ല, ആരും ചിരിക്കുന്നില്ല, യാചകന്മാരെ പോലും കാണുന്നില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അവിടെ നിന്ന് കാര്യം തിരക്കുകയാണ്. എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോ ജനങ്ങൾ പറയുന്നു, ഖലീഫ ചോദിച്ചിട്ടും ആരും തരുന്നില്ല. പിന്നെ എന്തിനാ ചോദിക്കുന്നത്? ഉള്ളവൻ കൊടുക്കുന്നില്ല. എല്ലാവരും പിന്നെ ചോദിച്ചു മടുത്തത് കാരണം മിണ്ടാതെ നടക്കുകയാണ്. വല്ലാത്ത ദാരിദ്ര്യമാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവസാനം ബൈത്തുൽ മാലിൽ നിന്ന് പണമെടുത്തിട്ട് അവിടെ നിന്ന് അന്നദാനം നടത്തി. അവിടെ നിന്ന് അന്നദാനം, ആദ്യമായിട്ട് അന്നദാനം നടത്തുകയാണ്. ഉമർ തങ്ങൾ പടച്ചവനെ രാത്രിയതാ ഭക്ഷണം വെച്ചു. ഭക്ഷണം കിട്ടാത്തവർ മുഴുവനും, വേണ്ടവർ മുഴുവനും വരാൻ പറഞ്ഞപ്പോ അല്ലാഹ്
7000 പേരാണെന്ന് ഭക്ഷണം കഴിക്കാൻ ഒരുമിച്ച് കൂടിയത്. 7000-ഓളം വരുന്ന ആൾക്കാര് പട്ടിണി കാരണം, കഴിക്കാൻ ഭക്ഷണമില്ലാത്തത് കാരണം ഉമർ തങ്ങൾ കൊടുക്കുന്ന ഭക്ഷണം വാങ്ങാൻ കടന്നു വന്നു. പടച്ച റബ്ബേ, ഉമർ തങ്ങൾ അവിടെ നിന്ന് അനുയായികളെ വിളിച്ചിട്ട് പറഞ്ഞു, വാങ്ങാൻ കഴിയാത്തവരുണ്ടല്ലോ, രോഗം പിടിച്ച് കിടക്കുന്നവരുണ്ടല്ലോ, പ്രായമായവരുണ്ടല്ലോ, അന്വേഷിക്കാൻ പറഞ്ഞു വിട്ടപ്പോ 14,000. പടച്ചവനെ, അവസാനം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല ഭക്ഷണ കിറ്റുമായിട്ട് വാങ്ങാൻ കഴിയാത്ത രോഗികളുടെ വീട് തേടി കടന്നു പോവുകയാണ്. എല്ലാവർക്കും ഭക്ഷണം കൊണ്ട് കൊടുക്കുകയാണ്. ഉമർ തങ്ങൾ അങ്ങനെയാണ്. രാത്രി കാലമായ ഉറക്കമില്ലല്ലോ, എഴുന്നേറ്റ് തന്റെ അനുയായികളെ തെരഞ്ഞു നടക്കുകയാണല്ലോ. അതാ കുറച്ച് ചെറിയ കുഞ്ഞുങ്ങൾ കിടന്ന് നിലവിളിക്കുകയാണ്. ഒരു ഉമ്മാടുപ്പിന്റെ ചുവട്ടിലിരിക്കുന്നുണ്ട്, മക്കള് കിടന്ന് വല്ലാതെ കരയുകയാണ്. അതാ യാത്രക്കാരാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അവിടെന്ന് ചോദിക്കുന്നു, നോക്കുകയാണ്, എന്റെ മക്കളെ ഭക്ഷണമാണെന്ന് കരുതിയിട്ട് ഇവിടെ കിടന്ന് കരഞ്ഞവർ ഉറങ്ങിപ്പോകുമല്ലോ, അവരെ പറ്റിക്കാനാ വെള്ളം, ചൂടുവെള്ളമാ പാത്രത്തിലിരിക്കുന്നത്. എന്നിട്ടാ ഉമ്മ പറയുകയാണ്, ഉമർ ഞങ്ങളുടെ രാജ്യം ഭരിക്കുന്നു, ഞങ്ങളുടെ കാര്യം ഉമറിനറിയേണ്ടതില്ലല്ലോ, ഞങ്ങളുടെ കാര്യം ഉമറിനറിയേണ്ടതില്ലല്ലോ. ആ ഉമ്മ പറഞ്ഞു, ഉമ്മയോട് ചോദിക്കുകയാണ്. ആ ഉമ്മ പറഞ്ഞു, ഞങ്ങളുടെ ഭരണാധികാരി ഉമറാണ്, ഞങ്ങളുടെ അവസ്ഥ ഉമറിനറിയണ്ടല്ലോ. ഉമർ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്നു, ഉമ്മ നിങ്ങൾ പട്ടിണി കിടക്കുന്നത് ഉമറിനറിയില്ലല്ലോ, അറിയണമല്ലോ. ഉമ്മ തിരിച്ചു ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പറയുകയാണ്, ഭരണാധികാരിക്ക് അറിയണം, തന്റെ അനുയായികളുടെ അവസ്ഥ എന്താണെന്ന് ഉമർ കണ്ടുപിടിക്കണമല്ലോ. ഉമർ റളിയല്ലാഹു തആല അൻഹു വല്ലാതെ ഭയപ്പെടുകയാണ്. നാളെ പടച്ച റബ്ബിന്റെ മുന്നിൽ കണക്ക് പറയണമല്ലോ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാ. തന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. അവസാനം ബൈത്തുൽ മാലിൽ കരുതി വെച്ചിരുന്ന ഭക്ഷണവും നെയ്യും മാവും എല്ലാം എടുത്ത് തലയിൽ ചുമന്നുകൊണ്ട് ഈ വീട്ടിലേക്ക് കടന്നു വന്നു. ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് മുഴുവനും സ്വന്തം കൈകൊണ്ട് ഭക്ഷണം വെച്ചു കൊടുക്കുകയാ. കൂടെ പോയ സഹാബി പറയുകയാണ്, ഉമർ തങ്ങളാണ് അവിടെ ഇരുന്ന് ചപ്പാത്തി മാവ് കുഴച്ചുണ്ടാക്കിയത്. തീയുടെ ചുവട്ടിലിരുന്നിട്ട് അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടാ ഭക്ഷണം ഉണ്ടാക്കിയത്. അവസാനം ആ മക്കളുടെ വായിലേക്ക് ഭക്ഷണം വെച്ചു കൊടുത്തു. ഉമ്മയ്ക്ക് വലിയ സന്തോഷമായി. എന്നിട്ട് ആ ഉമ്മ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പറഞ്ഞതെന്തെന്നറിയോ? പതുങ്ങി ഇങ്ങനെ പോയിട്ട് ആരുമില്ല, ഒഴിഞ്ഞ ഒരു ഭാഗത്തൊരു വീടിരിക്കുന്നുണ്ട്. ആ വീടിന്റെ മുന്നിലേക്ക് പോയി. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 3 സ്വലാത്ത്. സല്ലല്ലാഹു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. ഇവന് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മുന്നിൽ കൊണ്ടുപോയിട്ട് ഇവന് വേണ്ട ശിക്ഷ മേടിച്ചു കൊടുക്കണം, വിടാൻ പാടില്ല. അങ്ങനെ പുറകെ പോയി. അവസാനം നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഒരു വീടിന്റെ മുന്നിൽ ചെന്ന് ഒളിഞ്ഞ്, രാത്രി ഒരു വീടിന്റെ മുന്നിൽ ഒളിഞ്ഞ് ചെന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക, ആരുമില്ല. പടച്ചോനെ അനുവാദം പോലും ചോദിക്കാതെ അകത്തേക്ക് വാതിൽ തുറന്ന് കയറി. അപ്പൊ ഈ സഹാബി ഇങ്ങനെ പുറകിൽ നിന്ന് നോക്കുക, ആരാ അല്ലാഹ്, പടച്ചോനെ നിങ്ങൾ ആലോചിക്ക്, രാത്രി ഒറ്റയ്ക്ക് ഒരു വീടിന്റെ അകത്ത് പതുങ്ങി കയറാ. നമ്മളാണെങ്കിൽ പോയി പിന്നെ മരത്തിൽ കെട്ടിയിട്ടിട്ട് ഇടി മാത്രമേ ആകത്തുള്ളൂ. ആലോചിക്കേ അല്ലേ? ചരിത്രം പഠിച്ചോ? നാട്ടുകാരെ വിളിച്ചൊന്നുമില്ല. ആ സഹാബി അബൂ തൽഹ റളിയല്ലാഹു തആല ഇങ്ങനെ വാതിൽ അങ്ങോട്ട് തുറന്നിട്ട് പതുക്കെ അകത്തോട്ട് കയറുമ്പോ ആ വീടിന്റെ അകത്ത് കത്തിച്ചു വെച്ചിരുന്ന വിളക്കിന്റെ വെളിച്ചത്തിൽ ആ മുഖം കണ്ടു. ആരാ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ആരാ പാതിരാത്രി കയറി പോണേ? അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണ് തെള്ളിപ്പോയി. കാരണം ഇസ്ലാമിന്റെ 2ാമത്തെ ഖലീഫ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല പാതിരാത്രി പതുങ്ങി വീട്ടിൽ കയറാ. സുബ്ഹാനല്ലാഹ്. ആ സഹാബി ഇങ്ങനെ കണ്ണും തെള്ളി നിൽക്കാ. പടച്ചോനെ ആരാ അല്ലാഹ് ഇത്? ഉമറിന്റെ ഹൃദയത്തെ, ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ പരാജയപ്പെടുത്തി കളഞ്ഞത് ഏത് പെണ്ണാ അല്ലാഹ്? ആരാ അല്ലാഹ്? പടച്ചോൻ ഈ സഹാബി ഇങ്ങനെ കുറെ നേരം നോക്കി നിന്നു. ഇറങ്ങി വന്നാ ചോദിക്കാന്ന് കരുതിയിട്ട്, ഖലീഫയല്ലേ, ഇറങ്ങി വന്നാ ചോദിക്കാമെന്ന് കരുതി അവിടെ തന്നെ നിന്നു. ഒരുപാട് സമയം നിന്നു, ഇറങ്ങി വന്നില്ല. അവസാനം അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ഒരു അടയാളം വെച്ച് വീട് കണ്ടുപിടിക്കണമല്ലോ. വീടിന്റെ പുറത്തൊരു അടയാളം വെച്ച് വീട്ടിൽ പോയി. ഉറക്കൊന്നുമില്ല, അങ്ങനെ എപ്പോഴോ ഉറങ്ങി.
രാവിലെ സുബഹിയുടെ ബാങ്ക് കേട്ടു. മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പള്ളിയിൽ പോയി നമസ്കരിക്കാൻ വേണ്ടി പോയി. പടച്ചവനെ പള്ളിയിൽ പോയപ്പോൾ ഇമാമ നിൽക്കുന്ന ആരാ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല. അബൂ തൽഹ റളിയല്ലാഹു അൻഹു പുറകെ നിസ്കരിക്കുക. ഇന്നലെ രാത്രി ചങ്ങാതിയെ വീടിനകത്ത് കയറി പോയത് എങ്ങനെയാ അപ്പം നിസ്കരിക്കുക? അപ്പൊ ഇങ്ങനെ മനസ്സിന്റെ ഉള്ളിൽ മുഴുവനും പടച്ചവൻ എന്തൊരു തെറ്റിദ്ധാരണ. പക്ഷേ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് ചോദിച്ചില്ല, സലാം വീട്ടി. സുബഹി നമസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി. മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു അവിടെ ഇറങ്ങുകയാണ്. എന്നിട്ട് ഇന്നലെ രാത്രി പടച്ചവനെ അടയാളം വെച്ച വീട് ഏതാണെന്ന് കണ്ടുപിടിക്കണമല്ലോ. തിരഞ്ഞു നടക്കുകയാണ്. അവസാനം ആ വീട് കണ്ടുപിടിച്ചു. വീടിന്റെ മുന്നിൽ ചെന്നു. മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു സലാം പറഞ്ഞു. അതാ വീടിന്റെ അകത്ത് നിന്ന് സലാം അടക്കുന്നതൊരു പെണ്ണാ. സുബ്ഹാനല്ലാഹ്. അവിടെ അഭിവാദം ചോദിക്കുകയാണ്. വീടിന്റെ പുറത്ത് പോയി നിന്ന് അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു സലാം പറഞ്ഞു. അവിടെ അനുവാദം ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞത് പെണ്ണാണ്. പെണ്ണാണ് പറഞ്ഞത്. അപ്പൊ കൺഫേമായി. അപ്പൊ ആ വീടിന്റെ അകത്ത് പെണ്ണാണെന്ന് കൺഫേമായി. എന്നിട്ടും ഉമർ തങ്ങളെ പോയതല്ലേ, ശരിയല്ല. അവിടെ നിന്ന് വിശ്വസിച്ചില്ല. അനുവാദം ചോദിച്ചിട്ട് വീടിന്റെ അകത്തേക്ക് കടന്നുപോയി. അനുവാദം ചോദിച്ചിട്ട് വീടിന്റെ അകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ ഉമർ തങ്ങൾ കാണുന്ന കാഴ്ച എന്താ? സുബ്ഹാനല്ലാഹ്. പടുവൃദ്ധയായ ഒരു ഉമ്മയാണ്. ആരാരുമില്ലാത്ത, കണ്ണിന് കാഴ്ചയില്ലാത്ത, എല്ലും തോലുമായിട്ട് കിടക്കുന്ന ഒരുമ്മ. പടച്ചവരെ, അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണ് നിറയുകയാ. പടച്ചവരെ, ആ ഉമ്മയുടെ ചാരത്തേക്ക് കടന്നു ചെന്നു. അവിടെ നിന്ന് ചോദിക്കുന്നു, ഉമ്മ, ഇന്നലെ രാത്രി ഇവിടെ ഒരു മനുഷ്യൻ വന്നല്ലോ, എന്തിനാ ഉമ്മ വന്നത്? മോനെ, എനിക്ക് കണ്ണ് കാണാറില്ല, എഴുന്നേക്കാൻ കഴിയാറില്ല. എല്ലാ ദിവസവും രാത്രിയാകുമ്പോ ഒരു മനുഷ്യർ ഇവിടെ വരും. പടച്ചവരെ, എന്നെ കുളിപ്പിക്കുമല്ലോ, എന്റെ വസ്ത്രം കഴുകുമല്ലോ, എന്റെ മൂത്രവും കാഷ്ടവും വാരുമല്ലോ, എന്നെ കുളിപ്പിച്ച് പുതിയ വസ്ത്രങ്ങൾ ധരിപ്പിച്ചിട്ട് ആ മകൻ തന്നെ വീടിന്റെ അകത്തിരുന്ന് ഭക്ഷണമുണ്ടാക്കി. ആ പൊന്നുമോൻ എനിക്ക് ചവയ്ക്കാൻ പല്ലില്ലാത്തത് കാരണം സ്വന്തം വായിക്കകത്തിട്ട് ചവച്ചരച്ചിട്ട് എനിക്ക് എല്ലാ ദിവസവും വാരിത്തരുന്ന മനുഷ്യനാ. അല്ലാഹുവേ, സ്വന്തം ഉമ്മാനെ നോക്കുന്നത് പോലെ, സ്വന്തം ഉമ്മാനെ നോക്കുന്നത് പോലെ ഇന്ന് ഉമ്മയെപ്പോലും അങ്ങനെ പല മക്കളും നോക്കാറില്ല. ഏത് ഭരണാധികാരിക്കാ ഇങ്ങനെ ഭരിക്കാൻ കഴിയുന്നത്? ഉമർ തങ്ങൾ ചെന്ന ഉമ്മാന്റെ മൂത്രം വാരുകയാ. ഇന്നൊരു രോഗിയെ കാണാൻ പോയാൽ തന്നെ എന്റെ പ്രിയപ്പെട്ടവരെ, പത്രക്കാര് ഫോട്ടോ എടുക്കും, അത് കഴിഞ്ഞത് ഫ്ലക്സ് അടിക്കും, അല്ലെങ്കിൽ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇടും. എന്നിട്ട് മാറി നിന്നിട്ട് ഡെറ്റോൾ അടിച്ച് കൈ കഴുകുന്ന കാലവാ. ഉമർ തങ്ങൾ അങ്ങനെയല്ല. ആ ഉമ്മയുടെ മൂത്രം കഴുകി, കാഷ്ടം വാരി, ഉമ്മാനെ കുളിപ്പിച്ചു, ഉമ്മയുടെ തുണി കഴുകി കൊടുത്തു, പുതിയ വസ്ത്രം ധരിപ്പിച്ചു, ഉമ്മാനെ സ്വന്തം കൈകൊണ്ട് ഭക്ഷണം വെച്ച് വിളമ്പിയിട്ട് തന്റെ വായിക്കകത്തിട്ട് ചവച്ചരച്ചിട്ട് ആ ഉമ്മാടെ വായിലേക്ക് വാരി കൊടുക്കുകയാ. സുബ്ഹാനല്ലാഹ്. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്നു, ഉമ്മ, അതാരാണെന്നറിയോ? ഉമ്മ, അതാരാണെന്നറിയോ? ഉമ്മ പറഞ്ഞു, മോനെ, എത്ര ചോദിച്ചിട്ടും ആരാണെന്ന് പറയുന്നില്ല. എനിക്ക് കണ്ണ് കാണില്ലല്ലോ, എത്ര ചോദിച്ചിട്ടും ആരാണെന്ന് പറയുന്നില്ല. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, പടച്ചവരെ, രാത്രിയായി കഴിഞ്ഞാൽ ഇങ്ങനെ സഞ്ചരിക്കുമായിരുന്നു. ഒരു ദിവസം തന്റെ കഴുതയുടെ മുകളിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ പോകുമ്പോ ഒരു വീടിന്റെ അകത്തിരുന്ന് ഖുർആൻ ഓതുന്ന ശബ്ദം കേൾക്കുകയാ. പടച്ചവരെ, ഇന്ന് അങ്ങനെയൊന്നും കേൾക്കാൻ കഴിയില്ലല്ലോ. ഏതെങ്കിലും ഒരു വീടിന്റെ അകത്തിരുന്ന് ഖുർആൻ ഓതുന്ന ശബ്ദം. ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾ ഈ പായ്പാട് മുഴുവനും നടന്നു.
ഇനി ഏതെങ്കിലും ഒരു വീടിന്റെ അകത്ത് കഴുതയുടെ പുറത്തിങ്ങനെ അള്ളാഹുമാറാകട്ടെ, കഴുതയുടെ മുകളിലാണ് ഇരിക്കുന്നത്. അവിടെ കഴുതയുടെ മുകളിൽ നിന്ന് ഖുർആൻ ഓതുന്നത് ഇങ്ങനെ കേൾക്കുകയാണ്. ആ വീടിന്റെ അകത്തിരുന്ന് ഓതി അള്ളാഹുവിന്റെ അദാബുകളെ കുറിച്ച് പറയുന്ന ആയത്തിങ്ങനെ ഓതുമ്പോ അള്ളാന്റെ ഖുർആൻ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, ശിക്ഷ സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന്. അള്ളാഹുവിന്റെ ശിക്ഷ ഉറപ്പായിട്ടും സംഭവിക്കും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അള്ളാഹു നിങ്ങളെ വെറുതെ വിടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഖുർആനിലെ ഒറ്റ ആയത്ത് കേട്ടപ്പോ 1 മാസം പേടിച്ച് വിറച്ച് റബ്ബേ എഴുന്നേക്കാൻ കഴിയാതെ വീടിന്റെ അകത്ത് കിടന്നിട്ട് സഹാബത്ത് സിയാറത്ത് ചെയ്തു എന്ന് ചരിത്രം പറയുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.